നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട് 5 മുതൽ 10 വരെയുള്ള പുതിയ SCERT സയൻസ് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1-ൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6, 8, 10 ക്ലാസ്സുകളിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ലഭ്യമായിട്ടില്ലാത്തതിനാൽ അത് ലഭിച്ച ഉടനെ പാർട്ട് 2 ബുക്കിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോഷ്യൽ സയൻസ് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്തു നിന്നും 10 മാർക്കും പൊതുജനാരോഗ്യം ഭാഗത്ത് നിന്ന് 10 മാർക്കും കൂടി ആകെ 20 മാർക്കാണ് നമുക്ക് സയൻസിൻ്റെ പോർഷനിൽ നിന്ന് ലഭിക്കേണ്ടത്. വളരെ ലളിതമായ സിലബസ് ആയതിനാൽ സിലബസ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് ഈസിയായി നേടാം. ആദ്യം സിലബസ് ചെക്ക് ചെയ്യാം. ജീവശാസ്ത്രം 5 മാർക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ അവയവ വ്യവസ്ഥകളെക്കുറിച്ചും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. 2, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. 3, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. 4, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവത്കരണം. 5, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ജീവശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് ഭൗതികശാസ്ത്രവും രസതന്ത്രവും. 5 മാർക്കാണ് ഈ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇനി നമുക്ക് പൊതുജനാരോഗ്യം നോക്കാം. പൊതുജനാരോഗ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് 10 മാർക്ക്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്രയുമാണ് സിലബസിൽ നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ്: ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം, നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ. സിലബസ് പ്രകാരം ഈ 4 ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അടുത്തത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ്: ആഹാരത്തിലൂടെ ആരോഗ്യം, കാന്തിക ലോകത്തെ അത്ഭുതം, നിവർന്നു നിൽക്കാം, പൂക്കാം കായ്ക്കാം, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇതിൽ 5 ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ടതാണ്. കാന്തിക ലോകത്തെ അത്ഭുതം സിലബസിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ ചാപ്റ്ററിലെ വസ്തുതകൾ കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ്: വിളയിക്കാം നൂറുമേനി, ആസിഡുകളും ബേസുകളും, വൈദ്യുതിയുടെ ലോകം, പ്രകാശം പ്രതിപദിക്കുമ്പോൾ, മനുഷ്യ ശരീരം, ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ഇതിലും ഈ 5 ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം. ഇതിൽ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. അളവുകളും യൂണിറ്റുകളും, ചലനവും ബലവും, മർദ്ദം, മാറ്റങ്ങളുടെ രസതന്ത്രം, മൂലകങ്ങളും സംയുക്തങ്ങളും, ലോഹങ്ങളും അലോഹങ്ങളും, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം, ജീവന്റെ ഉദ്ഭവം, ജീവികളുടെയും കോശങ്ങളും കോശജാലങ്ങളും.
ഇതിൽ 8ാമത്തെ ചാപ്റ്റേഴ്സായ ജീവന്റെ ഉദ്ഭവം ജീവികളുടെയും എന്ന ഭാഗം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത് 9ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവൽ പ്രക്രിയകളിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും. 2ാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷക സംവഹനവും 3ാമത്തെ ചാപ്റ്ററായ ശ്വസനവും വിസർജനവും ഇതിൽ നിന്നും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അടുത്തത് 9ാം ക്ലാസ്സിലെ രസതന്ത്രം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, രാസബന്ധനം, റിഡോക്സ് പ്രവർത്തനങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, ഈ 2 ചാപ്റ്ററുമാണ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. 9ാം ക്ലാസ്സിലെ തന്നെ ഭൗതികശാസ്ത്രം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് പ്രകാശത്തിന്റെ അപവർത്തനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണം. 4 ചാപ്റ്റേഴ്സും കൃത്യമായി പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. അടുത്തത് 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം. ഉൾപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ജീവന്റെ ജനിതകം, പരിണാമത്തിന്റെ വഴികൾ, സംവേദനങ്ങൾക്ക് പിന്നിൽ. ഇതിൽ പരിണാമത്തിന്റെ വഴികളിൽ നാഡീവ്യവസ്ഥ എന്നൊരു ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അറിവുകളിൽ അത് ഉൾപ്പെടുന്നതിനാൽ ആ ഭാഗം നമ്മൾ പഠിക്കേണ്ടതാണ്. കൂടാതെ സംവേദനങ്ങൾക്ക് പിന്നിൽ 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്ററാണ്. 2ാമത്തെ ചാപ്റ്റർ പൂർണ്ണമായും പഠിക്കേണ്ട ആവശ്യകതയില്ല. നാഡീവ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഭാഗം പഠിച്ചാൽ മതിയാകും. 3ാമത്തെ ചാപ്റ്റർ സംവേദനങ്ങൾക്ക് പിന്നിൽ. അടുത്തത് രസതന്ത്രം. രസതന്ത്രത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ആ ഭാഗം സിലബസിൽ ഇല്ലാത്തതിനാൽ നമുക്ക് ഒഴിച്ചുവിടാം. പഠിക്കേണ്ടത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും 3ാമത്തെ ചാപ്റ്റർ. അടുത്തത് ഫിസിക്സ്. ഫിസിക്സിൽ ആദ്യത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ്, ശബ്ദതരംഗങ്ങൾ എന്നുള്ളൊരു ഭാഗം മാത്രം 1ാമത്തെ ഭാഗത്ത് നിന്നും നമ്മൾ പഠിച്ചാൽ മതിയാകും. 5 മുതൽ 10 വരെയുള്ള പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ സയൻസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ലഭ്യമായതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ശ്രമിക്കുക. സിലബസിൻ്റെ മറ്റു കാര്യങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.